അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആലോചനകൾ, വിമർശനം, യോജിപ്പുകൾ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. ബിജു മുത്തത്തി നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, മതേതരന്മാർ യോജിക്കാത്ത പലതും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതും ബി ജെ പി പോലൊരു തീവ്ര ഹിന്ദുത്വ സംഘടനയ്ക്കെതിരായിട്ടുള്ള സംഘ് പരിവാർ ചിന്തയ്ക്കപ്പുറത്തേക്കുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈ പറയുന്നത് പോലെ ഒരു ഇന്ത്യയുടെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ അതിൽ കാണാം. ആ വാചകത്തിൽ മതേതരന്മാർക്ക് യോജിക്കാൻ പറ്റാത്ത പലതുമുണ്ട്, പക്ഷേ എങ്കിൽ പോലും യോജിക്കാവുന്ന ഇടങ്ങളിൽ മോദി ഭരണത്തിനെതിരെ യോജിക്കുക എന്ന വലിയൊരു തന്ത്രം, അല്ലെങ്കിൽ ഒരു തന്ത്രം എന്നതിനപ്പുറത്തേക്ക് വലിയൊരു ആവശ്യകത അതിൽ കാണുന്നു. ഇപ്പോൾ നമുക്ക് ദില്ലിയുടെ കാര്യം എടുക്കാം. ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് 2 രാഷ്ട്രീയ ശത്രുക്കളാണുള്ളത്, എതിരാളികളാണുള്ളത്. അതൊന്ന് ബി ജെ പി, മറുഭാഗത്ത് കോൺഗ്രസുമാണ്. ബി ജെ പിയെ മുഖ്യ ശത്രുവായി കാണുന്നു. അത് ഇക്കാലത്ത് ബി ജെ പി ഇതര മതേതര പാർട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. അതിൽ കെജ്രിവാൾ നിൽക്കുകയാണ്, ആം ആദ്മി പാർട്ടി നിൽക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട നിലപാടാണ്. രണ്ടാമത്, അതിൻ്റെ ഭാഗമായി ദില്ലി പോലൊരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് 7 ലോക്സഭാ മണ്ഡലങ്ങളും അവരുടെ കയ്യിലാണ്, 19. അപ്പോൾ അതിലേക്ക് തിരിച്ചു വന്ന് അത് മുഴുവൻ പിടിച്ചെടുക്കണമെങ്കിൽ ഈ രാഷ്ട്രീയ എതിർപ്പുകൾ ഉള്ളപ്പോഴും കോൺഗ്രസുമായി സഹകരിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പോകേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുന്നു. അവിടെ ഒരു സഖ്യസാധ്യത രൂപപ്പെടുന്നു. അവിടെയാണ് വളരെ സമവായം വരുന്നത്. അതെ, ആ സമവായം വരുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിലിടുന്നത്. എനിക്ക് തോന്നുന്നു ഈ ജയിലിന് പുറത്തുണ്ടായിരുന്ന കെജ്രിവാളിനേക്കാൾ ശക്തനായിരുന്നു ജയിലിനകത്തുണ്ടായിരുന്ന കെജ്രിവാൾ. അത് ബി ജെ പി സർക്കാരിൻ്റെ കണക്കൂട്ടലുകൾ പിഴച്ചുപോയെന്നാണ്. പ്രതിപക്ഷ രാഷ്ട്രീയത്തെ കുറെ കൂടി ശരിയാം വിധം ആളുകളിലേക്ക് എത്തിക്കുന്നതിന് കെജ്രിവാൾ എന്ന വ്യക്തി, നേതാവ്, ആ പേര്, ആ പോരാട്ടം വളരെ സുപ്രധാനമാണ്. കെ ജെ ജേക്കബ് അതേക്കുറിച്ച് പറഞ്ഞത്, മാധ്യമപ്രവർത്തകനായ കെ ജെ ജേക്കബ് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ നാട്ടിൽ നിയമം എങ്ങനെയാണ് വളച്ചൊടിക്കപ്പെടുന്നത്, ദുരുപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതിൽ ഏറ്റവും ഗംഭീരമായ തെളിവുകളിലൊന്നായിട്ട് നമ്മൾ ഡൽഹി എക്സൈസ് കേസിനെ കാണേണ്ടി വരും. ഈ കേസിൽ പ്രധാനപ്പെട്ട 4 ആം ആദ്മി പാർട്ടി നേതാക്കന്മാർ അറസ്റ്റിലായിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, അവരുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, അവിടുത്തെ ഒരു മന്ത്രിയായിരുന്ന സത്യേന്ദ്ര ജെയിൻ, പിന്നെ അവരുടെ രാജ്യസഭ എം പി ആയിരുന്ന സഞ്ജയ് സിംഗ്. 4 നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ. പിന്നെ അതുകൂടാതെ ബിസിനസ്സുകാർ ധാരാളം പേര് അറസ്റ്റിലായിട്ടുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണം എവിടെ എത്തിയെന്ന് നമുക്കറിയില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അവിടെയാണ് സുപ്രീം കോടതി വളരെ ഡിസൈസീവായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ നടത്തിയത്. അതിൽ അവർ പറഞ്ഞത് 2 വർഷമായിട്ട് ഏതായാലും അന്വേഷിക്കുന്ന കേസല്ല, ഒരു 21 ദിവസം അദ്ദേഹം പുറത്തു പോയി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി അതിൽ ജാമ്യം കൊടുത്തത്. വളരെ അസാധാരണമായൊരു നടപടിയായിരുന്നു. രാഷ്ട്രീയമായി ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളെ സംബന്ധിച്ചും വലിയ ഒരു നേട്ടമായിരുന്നു. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത മണ്ടത്തരങ്ങളിലൊന്നായിട്ട് വേണം അതിനെ കണക്കാക്കാൻ വേണ്ടിയിട്ട്. കാരണം പൊതുവെ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന അധികാര ദുർവിനിയോഗം, നിയമത്തിൻ്റെ ദുരുപയോഗം, ഇതിനൊക്കെയുള്ള ഒരു തെളിവായിട്ട് സാധാരണ മനുഷ്യർക്ക് മുമ്പിൽ ഇത് മുമ്പോട്ട് വെക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യത്തിന് പറ്റിയിട്ടുണ്ട്.